ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ളയും ഹൂതികളും കൂടെ രംഗത്തു വന്നതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമായി കൊണ്ടുപോവുകയാണ്. കരയിലും ആകാശത്തും കടലിലും ഒരുപോലെയാണ് യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും അതിശക്തമായ ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇരുഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ നിരവധി ആളുകളാണ്, കുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലുമായി വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്നാണ് ഹിസ്ബുള്ള മേധാവിയായിട്ടുള്ള ഹസൻ നസ്രുള്ള പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പ്രതിരോധത്തിന്റെ മുഴുവൻ അച്ചുതണ്ടിന് വേണ്ടിയാണ് ഹമാസ് ചർച്ചകൾ നടത്തുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസ് എന്ത് നടപടി സ്വീകരിച്ചാലും എല്ലാവരും അംഗീകരിക്കുകയും അതിൽ സംതൃപ്തരാവുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യ മേധാവി ഒരു വെടിനിർത്തൽ കരാറിലെത്തിയാൽ ഞങ്ങൾ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സഖ്യം ഒരു ചർച്ചയും കൂടാതെ വെടിവയ്പ് അവസാനിപ്പിക്കും. അതൊരു പ്രതിബദ്ധതയാണെന്നും ഹസൻ നസ്രുള്ള പറഞ്ഞു. വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ അനുസ്മരിച്ച് ടെലിവിഷൻ പ്രസംഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ലെബനനെതിരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണവും ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ഉണ്ടായാലും ഹിസ്ബുള്ളക്കെതിരായ നടപടികളുമായി ഞങ്ങൾ മുൻപോട്ട് പോകുമെന്നും ലക്ഷ്യം കാണുവരെ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് ഇസ്രായേൽ യുദ്ധമന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കിയിരുന്നത്. അതിനിടെ ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിലെ ബെയ്ത്ത് ഹമേച്ചസ് ജംഗ്ഷന് സമീപത്ത് ഒരു സൈനികന് നിസ്സാര പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അയൺ ഡോമിനെ ഭേദിച്ചാണ് ലെബനാന്റെ ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. സൈറണുകൾ മുഴങ്ങാത്തതിനെക്കുറിച്ചും ഡ്രോണുകളെ തടസ്സപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ചും അന്വേഷിക്കുന്നതായി IDF അറിയിച്ചു. ചൊവ്വാഴ്ച ദമാസ്കസ് ബെയ്റൂത്ത് റോഡിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനും കൊലപാതകത്തിനും പ്രതികാരമായാണ് പുതിയ ആക്രമണമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസ്രുള്ളയുടെ മുൻ അംഗരക്ഷകൻ യാസർ കർണബാഷ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. തെക്കൻ ലെബനാനിലെ ടയർ ഹർഫയിലെ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രായേൽ ബുധനാഴ്ച രാവിലെ വ്യോമാക്രമണം നടത്തിയത്. ഒക്ടോബർ 8 ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയ ശേഷം റിസർവിസ്റ്റുകൾ ഉൾപ്പെടെ 16 ഇസ്രായേൽ സൈനികരും 12 സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച് അമേരിക്കയും രംഗത്തുണ്ട്. എന്നാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കരാറിന് തയ്യാറാണെങ്കിലും ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ.